എല്ലാ സിനിമകളിലും എല്ലാവരും ഭയങ്കര ആത്മാർത്ഥം. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അത് ഞാൻ അങ്ങനെ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടായിരിക്കാം. പണം എന്ന് പറയുന്നത് എന്നെ ഒരു കാലത്തും അട്രാക്റ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമല്ല. അത് തുറന്നു പറയുന്നതാണ്. അതായത് ഇപ്പം ഞാൻ ചിലപ്പോൾ സഞ്ചരിക്കുന്ന വണ്ടികൾ മാറിയിട്ടുണ്ടാവും, എൻ്റെ വീടുകൾ ഒക്കെ വലുതായിട്ടുണ്ടാവും, അതും വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ഞാനതിനെ നോക്കിക്കാണുന്നത് ഒരു തികച്ചും മെറ്റീരിയലിസ്റ്റിക് തന്നെയാണ്. നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നു, നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഇതൊക്കെ എന്തിനു ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. അതിനപ്പുറത്ത് അതിന് വലിയൊരു പ്രസക്തിയുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം ഞാൻ പാസഞ്ചറിൽ പറഞ്ഞ ഒരു ഡയലോഗുണ്ട്. ഞാൻ പലപ്പോഴും പല ആൾക്കാരെയും കാണുമ്പോൾ ഒരുപാട് പണം ഉണ്ടാക്കാൻ ബഹളം വയ്ക്കുന്ന ആൾക്കാർ, ഞാൻ ചോദിക്കും എന്തിനാണ് ഈ പണം? ഒരു പറയും 2 കാരണങ്ങളാണ് എല്ലാവരും പറയാറുള്ളത്. ഒന്ന്, നമ്മൾ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പണം ഉണ്ടാക്കി വയ്ക്കണം. 2, നമുക്കൊരു അസുഖം വന്നാൽ. രണ്ടും എനിക്ക് ഒരിക്കലും മനസ്സിലാവാത്ത ലോജിക്കാണ്. കാരണം കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പണം ഉണ്ടാക്കേണ്ട കാര്യമില്ല. പാസഞ്ചറിൽ ശ്രീനേട്ടൻ പറയുന്നൊരു ഡയലോഗുണ്ട്, കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട നല്ല വിദ്യാഭ്യാസം, നമ്മളെക്കൊണ്ട് പറ്റുന്ന നല്ല വിദ്യാഭ്യാസം, അടിവരയിട്ട് പറഞ്ഞാൽ നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന നല്ല വിദ്യാഭ്യാസം, നല്ല സംസ്കാരം, ഇതേ ആവശ്യമുള്ളൂ. പിന്നെ അവർക്കൊരു ജീവിതം ജീവിക്കാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ്. എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി ഒരുപാട് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി വെച്ചിരുന്നെങ്കിൽ ഞാനിങ്ങനെ ആവില്ലായിരുന്നു. അപ്പം അത് ആ അവസരം എൻ്റെ കുട്ടികൾക്ക് ഞാൻ നിഷേധിക്കരുതല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഓരോ സിനിമ എടുക്കുമ്പോഴും നമ്മൾ വലിയ റിസ്ക് എടുത്തിട്ട് തന്നെയാണ് സിനിമകൾ ചെയ്യുന്നത്. അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞു. ഒരു അസുഖം വന്നാൽ എത്ര പണം കൊണ്ടിട്ട് കാര്യമുണ്ടോ? പോകാനുള്ളൊരു അസുഖമാണെങ്കിൽ. അല്ല, ഇനി അസുഖത്തിനെ കുറിച്ച് എന്തെങ്കിലും ഒരു 10 കോടി ഇൻഷുറൻസ് എടുത്ത് വെച്ചാൽ പോരെ, അതിൻ്റെ EMI അടച്ചാൽ പോരെ? അതിനുവേണ്ടി ഇത്ര ലൈഫിൽ എല്ലാ സുഖങ്ങളും നഷ്ടപ്പെടുത്തി ഇത് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവാത്ത തരാം. അപ്പോൾ പണം നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള കാര്യമല്ല. എൻ്റെ സിനിമകളിൽ അഭിനയിക്കാൻ വരുമ്പോൾ എല്ലാവരും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു തെറ്റായ ഒരു ആറ്റിറ്റ്യൂഡ് വരുന്ന ആൾ പോലും ഒരു കറക്റ്റ് സെറ്റപ്പിൽ വന്നാലും നന്നാവും എന്നുള്ളതാണ്. എല്ലാവരും നന്നായിട്ടൊരു സിനിമയ്ക്ക് വേണ്ടി ജോലി ചെയ്യാനുള്ള കാര്യമുണ്ട്. പിന്നെ എനിക്ക് പേഴ്സണലി ജീവിതത്തിൽ ഒരിക്കലും ഒരു വലിയ ഭാഗ്യം എന്ന് കാണുന്നത്, ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ജീവിതത്തിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഇന്നും വരെ തോന്നിയിട്ടില്ല. ബിക്കോസ് ഞാനതൊരു സിനിമ ചെയ്യാൻ ശ്രമിച്ചപ്പോഴും ഞാനത് സ്ട്രഗിളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ബിക്കോസ് സിനിമ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതിലൊക്കെ ഒരു യാത്രയായിരുന്നു. ഇപ്പോൾ എന്നെ ഒരാൾ വേണ്ട എന്ന് പറഞ്ഞപ്പോഴും എനിക്കത് അയാളുടെ നഷ്ടമായിട്ട് അന്നും തോന്നിയിട്ടുള്ളൂ. അത് എൻ്റെ ഒരു അരഗൻസോ ഓവർ കോൺഫിഡൻസോ എന്തെങ്കിലും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇതൊക്കെ ചെയ്യാൻ പറ്റിയത്. അതുപോലെ തന്നെ ഈ സിനിമയിലുള്ള മറ്റ് ഘടകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കോമ്പിനേഷൻസും ഈ പറയുന്ന ആളുകളും എല്ലാവരും ഒരുപോലെ ഒന്ന് സഹായിച്ചാൽ മാത്രമേ ഒരു സിനിമ ഉണ്ടാവൂ. അപ്പോൾ ഞാൻ ആദ്യം പാസഞ്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് പെട്ടെന്ന് തോന്നിയിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഗ്രേറ്റ് ഫിലിംസ് ഉണ്ടാകുന്നത്. പല ഗ്രേറ്റ് ഫിലിംസ് നമ്മൾ കണ്ടിട്ടുണ്ട്, മലയാളത്തിൽ ഉണ്ടാവുന്നില്ല അത്ര സിനിമകൾ. എന്തുകൊണ്ട്? അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടി, മലയാളത്തിൻ്റെ ബഡ്ജറ്റ് കുറവാണ്, ഏരിയ കുറവാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ സിനിമ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും. പക്ഷേ എനിക്ക് കുറച്ച് പെട്ടെന്ന് മനസ്സിലായത് തെറ്റാണ്, അതല്ല ഉത്തരം. കാരണം ഇപ്പോൾ ചെറിയ ചെറിയ സിനിമകളുണ്ട്. ഇപ്പോൾ ബ്രിഡ്ജസ് ഓഫ് മാഡിസൺ കൗണ്ടി, അല്ലെങ്കിൽ ഡ്രൈവിംഗ് മിസ് ഡേസി, ഇതൊക്കെ ചെറിയ സിനിമകളാണ്, വലിയ പണം ആവശ്യമില്ല. പക്ഷേ അതൊരു ഔട്ട്സ്റ്റാൻഡിങ് ഫിലിംസായിട്ട് വന്നതിൻ്റെ കാരണം ഒരുപാട് ഘടകങ്ങൾ ആ സിനിമയിലോട്ട് വന്നിട്ടുണ്ട്. ഒരു ക്യാമറമാൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ വന്നിട്ടുണ്ട്, ഒരു ആർട്ട് ഡയറക്ടറുടെ പോയിൻ്റ് ഓഫ് വ്യൂ വന്നിട്ടുണ്ട്, ഒരു ആക്ടറുടെ പോയിൻ്റ് ഓഫ് വ്യൂ വന്നിട്ടുണ്ട്, ഒരു റൈറ്ററുടെ പോയിൻ്റ് ഓഫ് വ്യൂ വന്നിട്ടുണ്ട്. എല്ലാം ഉൾക്കൊള്ളേണ്ടതാണ് ഡയറക്ടർ. ഇതെല്ലാം കൂടെ വരുമ്പോൾ മാത്രമേ ഒരു നല്ലൊരു ഫിലിം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഒരു ഡയറക്ടർ ഡിക്റ്റേറ്ററായിട്ട് ഇതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ക്യാമറമാൻ അതെടുത്തിട്ട് പോകും പൈസ വാങ്ങിച്ചിട്ട്, വിൽ ബി ഹാപ്പി. അപ്പോൾ ഞാൻ പാസഞ്ചർ ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് എൻ്റെ ക്രൂവിലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞത്, അത് പ്രത്യേകിച്ച് കോസ്റ്റ്യൂം അങ്ങനെ ആരും ശ്രദ്ധിക്കാത്ത ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവർക്കിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. കാരണം ഒന്ന് ഒരു അഭിപ്രായം ചോദിക്കുന്നു, അപ്പോഴേ അവർ ചിന്തിക്കുന്നുള്ളൂ. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് വിത്ത് ഫ്രീഡം കംസ് റെസ്പോൺസിബിലിറ്റി. ഒരാൾ ജോലിക്ക് വെച്ചിരിക്കുന്ന അയാളിൽ സ്പെഷ്യലിസ്റ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ അയാളുടെ അഭിപ്രായം ഈ കഥാപാത്രം ജീൻസും ഇതുകൊണ്ടുണ്ട്, മഞ്ഞ ജീൻസും മറ്റും എടുക്കും, ഈ ബ്രാൻഡ് എടുക്കുമെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. ഞാൻ പറയുന്നതല്ല, നിങ്ങൾ ചിന്തിക്കൂ ഈ ക്യാരക്ടർ എന്തിടാം, ഇതിനപ്പുറത്തോളം ചിന്തിക്കാൻ പറ്റും. അപ്പോൾ ചിന്ത വരുന്നു, അപ്പോഴേ വരുന്നുള്ളൂ. പിന്നെ ഞാൻ അപ്പോഴേ ആ സിനിമ തൊട്ട് ഇതുവരെ ചെയ്യാൻ ശ്രമിക്കാറുള്ള കാര്യമാണ്. ആ ഒരു ടീം വർക്ക് സിനിമയ്ക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, എനിക്കറിയില്ല, എനിക്ക് ചില സമയമുണ്ടായിരുന്നു. ഇപ്പോൾ പുണ്യാൾ നഗർബത്തീസ് ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടൊരു വാശിയുണ്ടായിരുന്നു. ഒരു സിനിമ എനിക്കിവിടെ ഭയങ്കരമായിട്ട് വിജയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എന്തോ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഇല്ല എന്നുള്ളതാണ്. അത് ഇപ്പോൾ സിനിമകൾ വിജയിക്കുന്നതുകൊണ്ടാണോ എന്താണോ എന്നറിയില്ല. പക്ഷേ അതിലൊരു കുറച്ച് നോർമലാണ് എന്ന് പറയാം. നമ്മളെ അത് വല്ലാതെ എക്സൈറ്റ് ചെയ്യിക്കുകയോ അല്ലാതെ വല്ലാതെ നിരാശനാക്കുകയോ ചെയ്യുന്ന എനിക്ക് തോന്നിയിട്ടുള്ള സിനിമ വിജയിക്കുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി സൂക്ഷിക്കേണ്ടത്. കാരണം പരാജയപ്പെടുമ്പോൾ നമ്മൾ മാനസികമായിട്ട് ഡൗൺ ആയിരിക്കും. അപ്പം നമ്മൾ വളരെ സൂക്ഷിച്ചേ സംസാരിക്കൂ, എല്ലാ കാര്യങ്ങളും. വിജയിച്ചിരിക്കുമ്പോഴാണ് നമുക്കൊരു ആനപ്പുറത്തിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുകയും ഒന്നുമില്ല. ഇത് വളരെ വളരെ താൽക്കാലികമാണ്. സിനിമ എന്ന് പറയുന്നത് ഒരു കടലാണെങ്കിൽ നമ്മളൊക്കെ തിരകൾ അടിക്കും പോവും, ഇത്രേ ഉള്ളൂ. നമ്മൾ പോയാൽ അടുത്ത തിര വരും. സിനിമയെ നമുക്കാണ് ആവശ്യം. അപ്പോൾ അതിനെ നമ്മൾ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധതയോടുകൂടി ഇതിനെ സമീപിച്ചാൽ കുറച്ച് കാലം കൂടി ഇത് ചെയ്യാൻ പറ്റും, അത്രയേ ഉള്ളൂ. അതേ വേറെ ആൾക്കാർ വരും. അപ്പോൾ ഉള്ള കാലത്തിൽ എനിക്ക് സന്തോഷമുള്ളത് 6 സിനിമ ചെയ്തു. 6 സിനിമയും ഞാൻ ഇഷ്ടപ്പെട്ട് എൻ്റെ ടേംസിലാണ് ആ സിനിമ ചെയ്തിട്ടുള്ളത്. അതിൽ എനിക്ക് കുറച്ചൊരു അഭിമാനമുണ്ട് എന്ന് പറയാം. കാരണം അത് അധികം പേർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. എൻ്റെ പരിപൂർണമായിട്ടും എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ ടേസ്റ്റിനും എൻ്റെ ടേംസിലുമാണ് ഈ സിനിമകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ റിലീസ് ഉൾപ്പെടെ ഐ എം വെരി ഹാപ്പി. അത് ഇനി എത്ര കാലം ചെയ്യാൻ പറ്റും എന്നെനിക്കറിയില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്.